ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. പ്രധാന വഴിപാടുകളും പൂജയും എല്ലാം നാളെയാണ് നടക്കുന്നത്. ഇവരിപ്പോ വന്നതല്ലേ ഉള്ളൂ. ദീപാരാധന കഴിഞ്ഞ് ഇവര് വിശ്രമിക്കട്ടെ. ഞങ്ങള് മാത്രമല്ല, ഞങ്ങളുടെ കൂടെ ഒരാള് കൂടിയുണ്ട്. എന്നിട്ട് എവിടെ? പണികൾ കയറി വരുന്നതേ ഉള്ളൂ. ഈ ക്ഷേത്രമുറ്റത്ത് ആദ്യം മലകയറി എത്തുന്ന പെൺകുട്ടിയെ സ്വീകരിക്കുക എന്നത് ദേവിയുടെ തീരുമാനമാണ്. ഇനി വരുന്നവർ ആരായാലും കുട്ടിക്ക് പിന്നാലെയാണ്. ഞങ്ങൾക്ക് നടത്താനുള്ള വഴിപാടുകളെ കുറിച്ച് അതൊക്കെ വിശദമായി പറഞ്ഞു തരാൻ ആളുവരും. ഈ മല കയറി വരുന്ന ആദ്യത്തെ പെൺകുട്ടിക്ക് വേണ്ടിയുള്ള പൂജകളും വഴിപാടുകളും ഞങ്ങൾ മുമ്പേ തുടങ്ങിക്കഴിഞ്ഞു. അതിനുള്ള കാരണങ്ങൾ വേറെയുണ്ട്, അതൊക്കെ പിന്നാലെ പറയാം. ഇനി സംസാരിച്ചു നിന്നാൽ സമയം പോവും. ദീപാരാധന കണ്ടു തൊഴാം. പിന്നാലെ വരുന്നവർക്ക് രാത്രിയിലെ ദീപാരാധന കണ്ടു തൊഴാം. എന്താ നിൽക്കുന്നേ? വരൂ. ദേവി, മഹാദേവ, പ്രതിസന്ധികൾ ഒരുപാട് കടന്ന് ഈ തിരുമുമ്പിലെത്തിയത്. ഞങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും ഞങ്ങൾ അവിടുത്തെ തിരുമുമ്പിൽ സമർപ്പിക്കുക. അനുഗ്രഹിക്കണം. പാവ അർച്ചന ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ കേട്ടവളാ. ഇനി ഈ പാവത്തെ പരീക്ഷിക്കരുത്. അർച്ചനയുടെ ആഗ്രഹം പോലെ സർവഗുണ സമ്പന്നനായ ഒരു ഉണ്ണിയെ ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണം മഹാദേവ. നിങ്ങൾ ഭാഗ്യം ചെയ്ത ദമ്പതികളാ. നിങ്ങൾക്ക് ദേവിയുടെയും മഹാദേവന്റെയും എല്ലാ അനുഗ്രഹവും കിട്ടും. 5 വർഷത്തിലൊരിക്കലാ ഇവിടെ ഈ പ്രത്യേക പൂജകൾ നടക്കുന്നത്. നാളെ അതിൽ പങ്കെടുക്കാൻ പറ്റുക എന്നത് തന്നെ പുണ്യമാണ്. ഇവിടെ ആർക്കു വേണ്ടിയും കാത്തു നിൽക്കേണ്ടതില്ല. മനസ്സിൽ നിറഞ്ഞ പ്രാർത്ഥനയോടെ വരുന്നവരെ വനദുർഗയും പരമേശ്വരനും പൂർണ്ണ മനസ്സോടെ അനുഗ്രഹിക്കും. കുറച്ചു സമയം നിങ്ങൾക്ക് അവിടെ മണ്ഡപത്തിൽ വിശ്രമിക്കാം.